ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഈ പ്രാവശ്യം കലാമണ്ഡലം ഓർഗനൈസ് ചെയ്ത ഫാഷൻ ഷോയിൽ ഞാനിട്ട ഡ്രസ്സിനെ പറ്റിയാണ് കേട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ ഡ്രസ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, പിന്നെ അതിൻ്റെ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്, അത് ക്രിയേറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. കീപ് വാച്ചിങ്. ഇതാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഡ്രസ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കോട്ട് ഒന്ന് തയ്ച്ച് നോക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ മുകളിലത്തെ കോട്ട് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു പാറ്റേണാണ് ഇവിടെ അടിയിലായിട്ട് എടുത്തത്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു നെറ്റിപ്പട്ടം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ലുക്ക് വന്നത്. പിന്നെ പാൻറ്റാണ് അടിയിൽ. ഓക്കെ, അത് ഈ ലേസ് വെച്ചിട്ട് ഫുൾ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ലേസ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കണേ. പിന്നെ പാൻറ്റിൻ്റെ ഈ ഭാഗത്തും ആ ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഹാങ്കറും ഇങ്ങനെ വെച്ചേക്കണ കാരണമാണ് കേട്ടോ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാത്തത്. അപ്പം ഇതാണ് കേട്ടോ നെറ്റിപ്പട്ടം. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തതാണിത്. ഈ ഗോൾഡൻ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ ടേപ്പാണ്. ടേപ്പ് എന്ന് ചോദിച്ചാൽ ഈ പാവാടേൻ്റെ അടിയിലൊക്കെ വെക്കാൻ കിട്ടൂലേ, ആ ഒരു ടേപ്പാണ് കേട്ടോ ഈ ഗോൾഡൻ കളർ വന്നത്. പിന്നെ ഈ കാണാനൊക്കെ എൻ്റെ കമ്മലുകളാണ്. ശരിക്കും പറഞ്ഞാൽ കമ്മലുകളുടെ ബാക്ക് ശരിക്കും ഇവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തൽക്കാലം ഒരു സ്പോഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണെയാണ്, കാരണം എപ്പോഴും യൂസ് ചെയ്യാനുള്ള കാരണം. ഇതൊക്കെ ഓരോരോ കമ്മലുകളാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. വേണ്ട, കമ്മലുകളാണ്. പിന്നെ ഇതും ഒരു കമ്മലാണ് അടിയിൽ പിടിപ്പിച്ചേക്കണത്. പിന്നെ ഊളിൻ്റെ നൂല് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തു. ഇത് നെറ്റിപ്പട്ടത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ ഈ തുമ്പത്ത് ഇത്രയും എൻ്റെ കയ്യിൽ വേറെ ഒരു സാരിയുടെ മുന്താണിയും ഉണ്ടാവണ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ അടിയിലും പിടിപ്പിച്ചു കൊടുത്തേക്കണം, കണ്ടോ. പിന്നെ ഇതൊക്കെ ലേസാണ്. എൻ്റെ കയ്യിൽ കുറേ ലേസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡ്രസ്സുകൾക്ക് അത് മാറ്റി മാറ്റി ഉപയോഗിക്കും. ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ആവശ്യം ഇനി ഇല്ലെങ്കിൽ ഈ ഡ്രസ്സിൽ നിന്ന് അത് ഊരി അടുത്ത ഡ്രസ്സിൽ പിടിപ്പിക്കും. അതാണ് എൻ്റെ സ്ഥിരം പരിപാടി. പിന്നെ ഇത് ഭരതനാട്യത്തിൽ നമ്മുടെ സൂര്യനും ചന്ദ്രനും ഇല്ലേ, അതാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബാഡ്ജ് പോലെ, കോട്ടും ഒരു ബാഡ്ജ് പോലെ. പിന്നെ കോട്ടിൻ്റെ ഇത് കോളറ്, ഓക്കെ, കോളറ്. പിന്നെ ഇതിങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ സൈഡിലൊക്കെ പിടിപ്പിക്കാനും ഇങ്ങനെ അടിയിലൊക്കെ പിടിപ്പിക്കാൻ കിട്ടണ ലേസ് ഉണ്ടല്ലോ, അപ്പോൾ ലേസാണ് ഇവിടെ തുന്നി പിടിപ്പിച്ചേക്കണേ. പിന്നെ ബാക്കിൽ ഇത്. അപ്പോൾ ഞാൻ ഈ കോട്ട് ഇട്ട് കാണിച്ച് തരാം. ഞാൻ തൽക്കാലം ഒരു പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ, കാരണം എനിക്കിത് തയ്ക്കാൻ അധികം സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനിവിടെ വന്ന് ഒരു സെക്കൻഡ് വീക്കായിരുന്നു ഈ പ്രോഗ്രാം. പക്ഷേ ഞാൻ കേട്ടിരുന്നു ഇങ്ങനെ ഫാഷൻ ഷോ ഉണ്ട്, അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിനെപ്പറ്റിയൊന്നും ഞാൻ അധികം അന്വേഷിച്ചില്ലായിരുന്നു, കാരണം ടൈമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഫൈനലി ഞങ്ങൾ വന്നതിന് ശേഷം, ശരിക്കും ഞാൻ എറണാകുളം ജില്ലയാണെങ്കിലും കോട്ടയം ജില്ലേൻ്റെ ഒപ്പമാണ് ഈ പ്രാവശ്യം പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ അങ്ങനെ എനിക്കൊരു ചാൻസ് കിട്ടി. എന്നോട് ലാസ്റ്റ് 2 ദിവസം മുന്നെയാണ് പറഞ്ഞത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു 2 ദിവസമാണ് ആകെ കിട്ടിയുള്ളൂ. അതിലൊരു ദിവസം എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു. രണ്ടാമത്തെ ദിവസം ഒറ്റൊരു രാത്രിയും കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനൊരു കോട്ടാണ് ഇത്. കോട്ട് ബാക്കിൽ ഒരു നെറ്റിപ്പട്ടം. അപ്പോൾ ഇതിൻ്റെ ഫാഷൻ ഷോൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാൻറ്റ്, സെപ്പറേറ്റ് പാൻറ്റ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളൊരു സാരി വെട്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. എൻ്റെ ഒരു പ്ലെയിൻ സാരി ഉണ്ടായിരുന്നു, കേരള സാരി, അത് വെട്ടിയിട്ടാണ് ഇത് ചെയ്തത്. എല്ലാത്തിൻ്റെയും മേക്കിംഗ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഓരോരോ പാർട്ടായിട്ട് എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ചെയ്യാൻ. മോഡേൺ കേരള എന്നായിരുന്നു തീം. അപ്പോൾ മോഡേൺ എന്ന് പറയുമ്പോൾ കോട്ടും പാൻറ്റും ഒരു മോഡേൺ ഡ്രസ്സാണ്. പിന്നെ കേരള സാരി വെച്ച് ചെയ്തപ്പോൾ മോഡേൺ കേരള എന്നുള്ള ടീമും കറക്റ്റായി.
പിന്നെ കോട്ടും പാൻറ്റും മാത്രമാണ് തയ്ച്ചത്. ബാക്കി അകത്തൊരു ടോപ്പാണ് ഇട്ടത്, ഒരു റെഡ് കളർ ടോപ്പ്, അത് ഡ്രസ്സിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കഥകളീൻ്റെ മാലയും യൂസ് ചെയ്തിരുന്നു. പിന്നെ ഹെയർ സ്റ്റൈല് സാധാരണ ഒരു ഹെയർ സ്റ്റൈല് തന്നെയാണ് ചെയ്തത്. കുറച്ച് ട്രഡീഷണൽ ഹെയർ സ്റ്റൈലും ഫേസും ഒക്കെയാണ് ചെയ്തത്. ബാക്കി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ടൈം കിട്ടിയില്ല, അപ്പോൾ അത് കാരണം കൂടുതൽ പ്രിപ്പറേഷനൊന്നും പറ്റിയില്ല. പക്ഷെ ഉള്ളത് വെച്ച് ഓണം പോലെയായിരുന്നു. പിന്നെ എന്താ ബെസ്റ്റ് ക്രിയേറ്റീവ് ലുക്കിനുള്ളൊരു സമ്മാനവും കിട്ടി. ഇതൊക്കെ തന്നെയുള്ള വിശേഷം. ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.